നമ്മുടെ നാടൻ പലഹാരം ചക്കയപ്പം ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചക്കയപ്പത്തിനായിട്ട് ഞാൻ നാടൻ ചെമ്പരത്തി വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ ചെമ്പരത്തി വരിക്കയ്ക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ചുവപ്പ് കളറാണ്, അതുപോലെ നല്ല മധുരവുമാണ്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ആദ്യം കൂഴച്ചക്ക വേണമെങ്കിൽ എടുക്കാം, പക്ഷേ വരിക്കച്ചക്കയാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഇനി ഞാനൊരു ബേസിനിലേക്ക് എടുക്കുകയാണ്. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 15ഓളം ചക്കച്ചുളയാണ് ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ചക്കയുടെ ടേസ്റ്റ് ആയിരിക്കണം നമുക്ക് കൂടുതൽ ഉണ്ടാവേണ്ടത്. ഇനി നന്നായിട്ട് ഉരുക്കിയെടുത്ത ശർക്കര, മധുരത്തിന് ആവശ്യമായ ശർക്കര. ഇനിയും 1 മുറി ചിരകിയ തേങ്ങയും കൂടെ എടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമെങ്കിൽ കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് വയ്ക്കാം. നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വട്ടയിലയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വട്ടയില ഇല്ലെങ്കിൽ വാഴയിലയിലും ചെയ്യാം. വട്ടയിലയിൽ ഇങ്ങനെ ചെറിയൊരു ഉരുള വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് മടക്കി എടുത്ത് വയ്ക്കാം. ഇനി വട്ടയില ഇല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം, വാഴയില എടുത്താൽ മതി. വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇതുപോലെ ഒരു ഉരുള വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. നല്ല നേർമയായിട്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കാം. ഇതുപോലെ എല്ലാം പരത്തി എടുത്തിട്ട് നമുക്കൊന്ന് മടക്കി വെച്ചാൽ മതി. ഇനി ഇതൊരു സ്റ്റീമറിൽ വെള്ളം വെച്ച ശേഷം നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി വെച്ച് നന്നായിട്ട് നാവി കയറ്റിയെടുക്കാമേ. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് ഞാൻ ഇഡലി പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ചക്കയപ്പത്തിന് നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് ഇനിയിപ്പോൾ ഇലയിൽ വെച്ചതോടെ ഞാൻ തുറന്ന് കാണിക്കാമേ. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.